ഷാജഹാൻ, അവിടെ നടപടിക്രമങ്ങൾ പൂർത്തിയായോ? എന്താണ് അവിടെ നിന്നുള്ള നിലവിലെ വിവരങ്ങൾ? നടപടിക്രമങ്ങൾ പൂർത്തിയാകുകയും അതിനുശേഷം എ മഹേന്ദ്രൻ ജില്ലാ പ്രസിഡന്റായിട്ട് ചുമതല ഏൽക്കുകയും ചെയ്തു. മുഖ്യ ഭരണാധികാരി കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടറാണ് അദ്ദേഹത്തിന് പ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തത്. ഇപ്പോൾ മറ്റ് നടപടികളിലേക്ക് പോവുകയാണ്. മൊത്തം ജില്ലാ പഞ്ചായത്തിൽ 23 ഡിവിഷനുകളാണുള്ളത്. LDF 16, UDF 8 ഉള്ളത്. ഈ കോൺഗ്രസിന്റെ 8 വോട്ടുകളും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട എ മഹേന്ദ്രന് 16 വോട്ടുകളുമാണ് ലഭിച്ചത്. മറ്റ് നടപടിക്രമങ്ങളാണ് ഇനി ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുക. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ 13 എണ്ണമാണ്. അതിൽ 6 എന്ന് നിൽക്കുകയാണ്. ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മാത്രമാണ് തുല്യതയിൽ നിൽക്കുന്നത്. അത് അല്പസമയത്തിനുള്ളിൽ അതിൽ ആര് വിജയിക്കുമെന്നറിയാൻ സാധിക്കും. ഗ്രാമപഞ്ചായത്ത് 73, LDF 35, ബാക്കി UDF-ഉം അതോടൊപ്പം തന്നെ പല ഗ്രാമപഞ്ചായത്തുകളും തുല്യതയിൽ നിൽക്കുകയാണ്. ഇതിന്റെയൊക്കെ ഒരു കൃത്യമായ വിവരങ്ങൾ ഏതാണ്ട് അല്പസമയങ്ങൾക്ക് ശേഷം നമുക്ക് വ്യക്തമാവും. നിലവിൽ ജില്ലാ പഞ്ചായത്ത് ഭരണത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് എ മഹേന്ദ്രനെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പുതുതായിട്ട് നമുക്ക് നൽകാൻ കഴിയുന്ന വാർത്ത. ശരി, ആലപ്പുഴയിൽ നിന്ന് ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റായി മഹേന്ദ്രനെ തിരഞ്ഞെടുത്തു. ഷാജഹാൻ, എപ്പോഴായിരിക്കും മറ്റ് നടപടിക്രമങ്ങൾ ആരംഭിക്കുക? ഈ വിജയിച്ച ജില്ലാ പ്രസിഡന്റിന് മറ്റ് നേതാക്കളൊക്കെ തന്നെ ആശംസകൾ അറിയിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുക. എന്തായാലും ആലപ്പുഴ ജില്ല നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ജില്ലാ പഞ്ചായത്തിൽ 23 ഡിവിഷനിൽ 16 LDF-നാണ്. മികച്ച നിലയിൽ തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് നിലനിർത്തിയിരിക്കുന്നത്. LDF അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തുകളുടെയും ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും മത്സരത്തിലും LDF-ന് വലിയ തകർച്ച നേരിടാത്ത തരത്തിൽ തന്നെയാണ് നമുക്ക് ജില്ലയിൽ കാണാൻ സാധിക്കും. നേരത്തെ ഉണ്ടായിരുന്ന ഒരു വലിയ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്നുള്ളത് മാറ്റിവെച്ചു കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ LDF വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രകടനമാണ് ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത്.